ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് അല്ലേ? അതെ, ഭയങ്കര മഴ, വല്ലാത്ത തണുപ്പ്. എന്ത് ചെയ്യും? ഒന്നും ചെയ്യണ്ട, നമുക്ക് തന്നെ കണ്ടോ. പുറത്ത് കണ്ടോ, നല്ല മഴയാണ്, നല്ല മഴയാണ്. ഞങ്ങളുടെ മക്കള്, സുന്ദര മക്കള്, സുന്ദരി മക്കളൊക്കെ ഉണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ പിള്ളേര്. അതെ, കുഞ്ഞു പിള്ളേരും വലിയ പിള്ളേരും എല്ലാ പിള്ളേരും ഉണ്ട്. ഞങ്ങള് പല്ല് തേക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് ഓടി വന്നതാണ് അല്ലേ? അതേ, അതാ ജിഞ്ചറും ഞണ്ടും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ഇനി അടുത്തത് കാണാൻ പോകുന്നത്. നമ്മള് ആര് ജയിക്കും, ആര് ജയിക്കും? അതാ നിന്നെ ഞാൻ ഇന്ന് കൊല്ലുപെടാറ്. മൂക്കില് എടുക്കോടാ. നമ്മളെ നേരെ കയറിയ സ്ഥലത്തുണ്ട്. ഞണ്ട് പൊത്തി കയറി പോയി. ഞണ്ട് ഈ പൊത്തിലേക്ക് കയറി പോയി ഗായ്സ്. അവര് ശശികളായി. അതെ, പോവോ വിഷമത്തിന്? എന്നാ പിന്നെ ആ വിഷമം തീർക്കാനൊന്ന് നടന്നു പോയേക്കാമെന്ന് വിചാരിച്ച് നടന്നു പോവുക. എന്നാ പിന്നെ ഞാനും വരുന്നുണ്ടെന്നും പറഞ്ഞിട്ട് കുഞ്ഞിപ്പാത്തും വരുന്നു. ഞങ്ങള് പല്ല് തേക്കാൻ വേണ്ടിട്ട് അങ്ങ് നടന്ന് പോകുക. നമുക്ക് നടന്ന് പോയിട്ട് നടന്ന് കാഴ്ചകളൊക്കെ കണ്ടുപോയി പല്ല് തേക്കാം. നമ്മളിങ്ങനെ നടന്ന് പോവുക. ഇതാ എന്റെ ബ്രഷ് കണ്ടാ മതി. പ്രശ്നം അയ്യോ, എന്നാ പ്രശ്നമെന്നോ? ജിഞ്ചറിനെ ഞാനൊന്നെടുത്ത് മരത്തെ കെട്ടാൻ വേണ്ടി നോക്കിയതാ. അവൻ സാഹസികമായിട്ട് രക്ഷപ്പെടാൻ വേണ്ടി അപ്പി ഇട്ടു ഗായ്സ്, അപ്പി ഇട്ടു. കണ്ടോ, അവര് നമ്മളിവിടെ വരുന്നുണ്ട് അല്ലേ? കുഞ്ഞിപ്പാട്ട് എങ്ങോട്ട് വരുന്നേ? ആണോ? കുറേന്ന് പറഞ്ഞു. മുത്തിന്റെ വീട്ടിൽ ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ തോട്ടത്തിലേക്ക് ഞങ്ങൾ വരും പല്ല് തേക്കാനൊക്കെ. നല്ല രസമല്ലേ ഗായ്സ്? ഏകദേശം പല്ല് തേച്ച് ഞങ്ങൾ വേറൊരു സ്ഥലത്തെത്തി. ഹലോ ഗായ്സ്, അങ്ങനെ ഞങ്ങളിതാ നാച്ചുറൽ വാട്ടർ ഫോൾസ് ഇതിലേക്ക് എത്തിയിരിക്കുന്നു. താഴെ വരെ പോയി പുഴയിലുള്ളു. ഞങ്ങൾ താഴെ പോകും, താഴെ പുഴയിലോട്ട് പോകും. ഏയ് ഓയ് ഹായ്, കഴുക്. പല്ല് വെച്ച് നമ്മൾ ഈ വെള്ളത്തിൽ തന്നെ കഴുകാൻ പോവാണ്. നമ്മുടെ പൂച്ചാണ്ടി മക്കൾ അവിടെ നോക്കുന്നുണ്ടോ? അവർ ഞങ്ങളുടെ കൂടെ വന്നിട്ട് അവിടെ നോക്കിയിരിക്കാണ്. അയ്യോ, വേടാ വന്ന് കുളിക്കടാ, കുളിച്ച് നോക്കടാ. അങ്ങനെ ഞങ്ങള് പല്ലൊക്കെ തേച്ച് കഴിഞ്ഞ് ഞങ്ങള് വീട്ടിലോട്ട് പോവാ. തിരിച്ച് വീട്ടിൽ അപ്പോൾ പല്ലൊക്കെ തേച്ചിട്ട് വന്നു. ഇനി നമുക്ക് ചായ കുടിക്കാം. നമുക്ക് ചപ്പാത്തിയും മുട്ടക്കറിയുമാണ് കഴിക്കാം. ഇഷ്ടമാണോ? ഇഷ്ടമാണ്. ആണോ? അമ്മ വരുന്നുണ്ട്. അമ്മ തിരിച്ചു പോയി. അമ്മ വരുമോ ഇല്ലയോ നമുക്ക് നോക്കാം. തിരൂല. അമ്മ വന്നു, അവത്താരം അമ്മയെ വന്ന് അപ്പയും വന്നു. അമ്മ ഓടി, അപ്പ ഓടിയില്ല. ഇതാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ്. ചപ്പാത്തി.
ഏഹ്. കിട്ടിട്ട് അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഞാനിന്ന് കുളിച്ചിട്ടൊക്കെ വന്നു. ചേട്ടായി ഈ ടൗണിലോട്ട് പോയി. ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുവാണ്, തിണ്ണയിലിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ റംബൂട്ടാൻ മരത്തിൽ നിന്ന് കുറച്ച് റംബൂട്ടാൻ പറിച്ചിട്ടുണ്ട്. അത് തിന്ന് നോക്കിയാലോ? ഇത് കണ്ടോ, ഞാനിവിടെ ഇരിക്കുമായിരുന്നു, അപ്പോൾ ഒരാൾ എൻ്റെ മടിയിൽ വന്നിട്ട് ഇരിക്കുന്നുണ്ട്. ശിങ്കു ശിങ്കു. നമുക്ക് ഇത്രയും റംബൂട്ടാൻ കിട്ടിയിട്ടുണ്ട് നമ്മുടെ നമ്മുടെ വീട്ടിലുള്ള മരത്തിൽ നിന്നാണ് കേട്ടോ. ഇത്രയല്ല, ഇതിനു മുമ്പ് വേറെയും കിട്ടി. അപ്പോൾ ഇത് അത് കഴിഞ്ഞ് പറിച്ചതാണ്. അപ്പം ഇത് ചുമപ്പ് വലിയ കാര്യത്തിൽ വന്നിട്ടില്ല, പക്ഷെ ഇത്രയും ചുമക്കുമ്പോൾ തന്നെ നല്ല മധുരമാണ് അല്ലേ? പറയ്, തിന്നാ അല്ലേണ? ഇനി എത്ര എണ്ണം ഉണ്ട്? ഇഷ്ടംപോലെ ഉണ്ട്, പഴുത്തില്ല അല്ലേ? അപ്പം ഇതാണ് പഴുത്തത്. കഴിച്ചു നോക്കാം. നമുക്കൊന്ന് കഴിച്ചു നോക്കിയാലോ? എന്നാ അമ്മ വാ, വാ അമ്മേ, എടുക്ക്, കുടിക്കട്ടെ. ഇങ്ങോട്ട് വാ. കണ്ടോ കണ്ടോ? കണ്ടു. നല്ല മഴയൊക്കെ ആയതുകൊണ്ട് എല്ലാവരും കൂടെ കൂട്ടം കൂടി ഇരിക്കുകയാണ് കേട്ടോ. പൂച്ചപ്പിള്ളേരെല്ലാം ഇരിക്കുകയാണ്, നമ്മുടെ സുന്ദരം പിള്ളേന്മാർക്കെല്ലാം ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് ഗപ്പി കുഞ്ഞുങ്ങളുണ്ട്, നമുക്ക് അവർക്ക് കുറച്ച് തീറ്റ കൊടുത്താലോ? കണ്ടോ, നമ്മൾ ഗപ്പിക്ക് തീറ്റ കൊടുത്തിട്ടുണ്ട്. ആ കണ്ടോ, എല്ലാവരും വന്ന് തിന്നുന്നുണ്ട്. കുറേ ഉണ്ടായിരുന്നു, എല്ലാം ചത്തുപോയി. കണ്ടോ കണ്ടോ, 2 അട്ടക്കുട്ടികൾ അതിനകത്ത് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഓ ഗോഡ്, കണ്ടോ? ശേ, അതിന് നമുക്കെടുത്ത് കളയണം, അല്ലെങ്കിൽ വെള്ളം പെട്ടെന്ന് കേടാവും. ഓക്കെ, ഇതാ ഓക്കെ. അപ്പോൾ ഈ കുളം കണ്ടോ, ഈ കുളം ഞാൻ തന്നെ ഉണ്ടാക്കിയ കുളമാണ്. നിങ്ങളത് പറഞ്ഞ് വിശ്വസിക്കുമോ? ഞാൻ പറഞ്ഞാൽ ഈ കുഴിയൊക്കെ പപ്പ കുത്തി തന്നു. പിന്നെ ഞാനതിൻ്റെ സൈഡിൽ കൂടെ കല്ല് വെക്കുകയും ആ ഷീറ്റൊക്കെ ഇട്ട് ഞാനാണ് ഇങ്ങനെ ഈ കുളം ആക്കിയെടുത്തത്. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ പറയണേ. ഇതൊക്കെ എൻ്റെ കൊച്ചിനട്ട് കൊക്കോ മരം. അത് ഞാൻ നട്ടല്ല, ഞാൻ വെള്ളം ഒഴിച്ച് വളർത്തി. പിന്നെ ഈ ചെടികളൊക്കെ അവള് ഉണ്ടാക്കിയ ചെടികളാണ്, അവള് നട്ട് വളർത്തിയതാണ്. പിന്നെ ഒന്നല്ല കേട്ടോ, എല്ലാം അമ്മയാണ് വളർത്തിയത്. ഞാൻ നടും, നട്ടതൊക്കെ ഞാൻ നടും, അമ്മ പരിപാലിക്കും. നട്ടതൊക്കെ അവളാ, പക്ഷെ അതിനെ പരിപാലിക്കുന്നതൊക്കെ ഞാനാ. മടിയാവുന്നേന് ഹായ് പറ. അവള് വളർത്തിയ സാധനങ്ങളായത്, അതിന് ഞങ്ങൾക്ക് കാണക്കൂല. അങ്ങനെ പറയില്ല, അവർ ചുണ്ടാപ്പി മുക്കില്ലല്ലേ. ഉണ്ടോ ഉമ്മ കൊടുത്തു. എല്ലാരോടും ഹായ് പറ. ഹായ് പറ. നമ്മുടെ ആ പപ്പേനെ കാണാം. പപ്പ എന്താ ഉണ്ടാക്കുന്ന നോക്കിയേ? കോടാലിക്ക് കൈയിടുന്നു. ഹായ് എന്ന് പറ പപ്പ, ഹായ് എന്ന് പറ. ഓക്കെ. അവർ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ട് ചേട്ടായി ഇല്ലല്ലേ, ഇത് ചേട്ടായി വന്നിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഇത് എൻ്റെ മാത്രം ഡേ ഇൻ മൈ ലൈഫായി പോകും. ഓക്കെ, ഇനി അവൻ വന്നിട്ട് ചേട്ടായി വന്നിട്ട് കാണാം. ഓക്കെ, ബൈ ഗായ്സ്. അങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് 10-12 മണിയായപ്പോൾ പോയ ആൾ തിരിച്ചു വരുന്നത് വൈകുന്നേരം. അമ്മ കുടുംബശ്രീയുടെ പരിപാടിക്ക് പോയിട്ടുണ്ടായിരുന്നു. അമ്മയും ചേട്ടാൻ കൂടെ ഇങ്ങനെ വീണതാ. അമ്മയും മകനും പൂച്ചാണ്ടികളും. വരാൻ വേണ്ടി താമസിച്ചായിരുന്നേ. അപ്പം ഞാൻ ടൗണിൽ പോയിരിക്കുവായിരുന്നല്ലോ. ഞാൻ പോയിട്ട് വന്നപ്പോഴത്തേക്കും രാവിലെ പോയതാ. കുറച്ച് താമസിച്ച് പോയി, കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെ, വൈകുന്നേരമായി പോയി. അപ്പം അതൊക്കെ കഴിഞ്ഞ് കുളിയെല്ലാം കഴിഞ്ഞ് ഇപ്പം ചായയുടെ പരിപാടിയായി. ചായ കുടിക്കാൻ വേണ്ടി പോവാ.
അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി പോവാ കേട്ടോ. മുത്താണ്ട് ചായ കുടിക്കുന്നുണ്ടേ. രാത്രിയായി. അപ്പം ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അതാ ഒളിക്കുന്നു. ഒളിക്കാത്തവരെല്ലാം ഉണ്ട്. അന്നമ്മയ്ക്ക് രാത്രിത്തെ ഭക്ഷണം എന്താന്ന് നോക്കിയാലോ. ഇതൊക്കെയാണ് അമ്മ കുറെ വിഭവ സമൃദ്ധമായ ഭക്ഷണം ഉണ്ടാക്കി. ഇത് എന്താ മറ്റേ മോര് കറി. ഇതൊരു സ്പെഷ്യൽ സംഭവമാണ്. ഇതിന്റെ റെസിപ്പി വേണമെങ്കിൽ കമന്റ് ചെയ്യും. ഇത് ഫിഷ് മീൻ വറുത്തത്, ചോറ്. ഇത് ഭയങ്കര ഒരു കപ്പ വെച്ചിട്ടുള്ള ഒരു സംഭവമാണ്, ഒരു സ്പെഷ്യലാണ്. ഓക്കെ, സ്വന്തം എന്ത് പറയണ്ട. ഞാൻ മാത്രമാണ് നമ്മുടെ ഇന്നത്തെ നൈറ്റ്. ഇതൊക്കെയാണ് നമ്മുടെ വ്ലോഗിൽ വരാൻ പോകുന്നത് കേട്ടോ. അതൊക്കെ ഞാൻ പറയാം.